ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ വെൻ എ സ്നെയിൽ ഫോൾസ് ഇൻ ലവിൻ്റെ 8ാമത്തെ എപ്പിസോഡാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ വന്നിട്ട് ഇന്ന് രാവിലെ നമ്മുടെ ബയ്യാണെങ്കിൽ അവൻ്റെ ഫോണൊക്കെ എടുത്തിട്ട് കലണ്ടർ നോക്കുക. വേറെ ഒന്നുമില്ല, അന്നാണ് ബദ്രൻ്റെ ഡെത്ത് ആനിവേഴ്സറി. ആ സമയത്ത് അങ്ങോട്ട് വിറ്റ് ഇവന് ഫുഡൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് ഇവൻ ചോദിക്കണം, ഓ നിനക്ക് എങ്ങനെ അറിയാം എനിക്ക് മുട്ടയുടെ വെള്ളം ഇഷ്ടമാണ്, നീ എന്തായാലും നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്ന സമയത്ത് വിറ്റ് പറയണേ, അത് വേറെ ഒന്നുമില്ല, എനിക്ക് മുട്ടയുടെ മഞ്ഞ ഇഷ്ടമാണ്, അതുകൊണ്ടാണ്, മാത്രമല്ല ഇതിൽ നിന്ന് ഞാൻ കഴിച്ചതിൻ്റെ ബാക്കി ലെഫ്റ്റ് ഓവേഴ്സ് ആണെന്ന് പറയുന്ന സമയത്ത് അവനാണെങ്കിൽ ഒരു മാതിരി നോക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവള് പറയുകയാണ്, ഞാൻ ഇനി ബദ്രൻ്റെ കേസിൽ ഞാൻ തലയിടാൻ വരത്തില്ല, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ അവിടെ നിന്ന് പോവാം. അവിടെ ചെല്ലുന്നത് വേറെ ഒന്നുമല്ല, ഇവളൊരു ഡയറി എടുത്തില്ല, അത് തിരിച്ചു വെക്കാനാണ് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവളുടെ പിന്നിൽ വന്നിട്ട് ഇവൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ വരും കേട്ടോ. അപ്പോൾ അവൾ തിരിയുന്ന സമയത്ത് പേടിച്ചിട്ട് ഇവർ രണ്ടുപേരും കണ്ണേ നോക്കി നിൽക്കുക. ആ സമയത്താണെങ്കിൽ കറക്റ്റ് ആ വീട്ടിലൊരു പെങ്കൊച്ചുണ്ട്. ആ പെങ്കൊച്ചു വന്നിട്ട് പറയണം, അയ്യോ ദൈവമേ ഞാൻ കാണാൻ പാടില്ലാത്തത് കണ്ടേ, എൻ്റെ കണ്ണെങ്ങാണ്ട് ഇനി അന്തയായി പോവുമെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ബയ്യാണെങ്കിൽ ആ കൊച്ചിനെ അവിടെ നിന്ന് ഓടിപ്പിച്ച് വിടുവാണ്. എന്നിട്ട് ബയ്യും വിറ്റിയും കൂടിയിട്ട് ബദ്ലിൻ്റെ ഒരു ശവം അടക്കിയിട്ടുള്ള കല്ലറയുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോവാണ്. അങ്ങോട്ട് പോയതിന് ശേഷം ബയ്യാണെങ്കിൽ കൂട്ടുകാരനോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് നോർമലി, അതേപോലെ തന്നെ ആ കല്ലറയിൽ നോക്കിയിട്ട് ബദ്ലിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. ഇപ്പോഴും നിൻ്റെ ഗ്രാൻഡ്മ സുഖമായിട്ട് ഇരിപ്പുണ്ട്, ആളുടെ കുക്കിംഗ് സ്കിൽസ് എല്ലാം അതുപോലെ തന്നെയുണ്ട്, മാത്രമല്ല ഈ നിൽക്കുന്നില്ലേ ഇതാണ് എൻ്റെ ഫ്രണ്ടാണ്, വിറ്റയാണ്, അവൾ നിൻ്റെ കണക്കിന് നല്ലൊരു ഒബ്സർവറാണ്, നല്ല ഇൻ്റലിജൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് വിറ്റയുടെ അടുത്ത് നടന്ന എല്ലാ സംഭവവും വന്ന് ബൈ പറഞ്ഞു കൊടുക്കുകയാണ്, എങ്ങനെയാണ് ബദ്ലി മരിച്ചതെന്നും എന്തുകൊണ്ടാണ് അവൻ ഇതുപോലെ എല്ലാ കാര്യത്തിലും ഇടപെടുമ്പോൾ അവന് ടെൻഷൻ എന്താണെന്നുള്ള കാര്യമൊക്കെ ഇതെല്ലാം കേൾക്കുമ്പോൾ വിറ്റയ്ക്ക് മനസ്സിലാവുകയാണ്. അതുകൊണ്ട് തന്നെ വിറ്റു വന്ന് ബയറെടുത്ത് പറയാം, നമ്മളൊക്കെ പോലീസുകാരല്ലേ, നമ്മുടെ ലൈഫ് റിസ്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ട് തന്നെയല്ലേ നമ്മൾ ഇതിലൂടെയൊക്കെ ഇറങ്ങുന്നതെന്ന് പറയുവാണ്. എന്നിട്ട് ബൈ പറയുവാണ്, നമ്മൾ യുദ്ധിച്ചാൽ വന്ന് ഫ്ലൈറ്റിൻ്റെ കാര്യം കള്ളം പറഞ്ഞാന്നുള്ള കാര്യം എന്നെ വിളിച്ച് അറിയിച്ചായിരുന്നു എന്ന് പറയാം കേട്ടോ. പക്ഷെ ഇവരിങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് വേറെ ആൾ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിപ്പുണ്ട്. ഇതേ സമയത്താണെങ്കിൽ വാസു വന്ന് മൂവിനെ കാണാൻ പോയിക്കുക. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവനാണെങ്കിൽ മൂവിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പം മൂവിൻ്റെ അടുത്ത് ചെറിയൊരു പിണക്കത്തിലൊക്കെയാണ്. അപ്പോൾ ഇവൻ ചെന്ന് പറയാണ്, സോറി എനിക്കന്ന് വന്നിട്ട് ബർത്ത്ഡേ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് മൂവി ചോദിക്കണം, ഓക്കെ നിനക്ക് എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ തുറന്ന് പറയാൻ പറയുന്ന സമയത്ത് വാസുവിനെ കണ്ട് അത് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നില്ല. അപ്പം മൂവ് പറയാണ്, നീ എന്ന് എൻ്റെ അടുത്ത് ഇതെല്ലാം ഓപ്പണായി പറയാൻ തയ്യാറാണ്, അന്ന് വന്ന് എന്നെ കണ്ടാൽ മതിയെന്നും പറഞ്ഞു അവൾ വാതിലടയ്ക്കും കേട്ടോ. ഇത് കഴിഞ്ഞ് സീൻ കട്ടായി കാണിക്കുവാണ്. ഒന്ന് നമ്മുടെ യുധിച്ചായി ആണല്ലോ ഇവർക്കെല്ലാം ഡൗട്ട്. അതുകൊണ്ട് യുധിച്ചായുടെ ലാപ്പിൽ നിന്ന് അവൻ്റെ ഫയൽസും കാര്യങ്ങളെല്ലാം കുറച്ചൊന്ന് അടിച്ചു മാറണം. അപ്പോൾ അതിനുവേണ്ടി ബൈ പോവാം. അപ്പോൾ ഈ സമയത്ത് ഇവൻ ആരെങ്കിലും ഡീൽ ചെയ്ത് റൂമേ വരാതെ നോക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മുടെ വിറ്റ വിടുക കേട്ടോ. അപ്പോൾ വിറ്റയാണെങ്കിൽ ചെന്നിരുന്നിട്ട് ഇവൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് ചെന്ന് സംസാരിക്കുക കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ഓൾറെഡി നമ്മുടെ വിറ്റയുടെ മേലൊരു കണ്ണുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മുടെ ബൈ ചെന്ന് നോക്കുന്ന സമയത്ത് ലാപ്ടോപ്പിൻ്റെ പാസ്വേഡ് അവനെ അടിച്ചിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ പാസ്വേഡ് എടുത്തരാൻ വിറ്റ എടുത്ത് പറയാം. അപ്പോൾ അതിന് അവൻ്റെ ഫോൺ പാസ്വേഡ് അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ വിറ്റ പറയുവാണ് നമ്മുടെ യുധിച്ചായുടെ അടുത്ത്, എനിക്ക് വന്ന് ഇവിടുത്തെ ഷെഫ് ഉണ്ടാക്കുന്ന കോക്കനറ്റിൻ്റെ ഒരു സംഭവം, ഒരു റെസിപ്പി ഉണ്ട്, അത് വന്ന് വളരെ ഫേമസ് ആണെന്ന് എനിക്കറിയാം, പക്ഷെ ആൾ വന്ന് ഞങ്ങൾക്കൊന്നും ഉണ്ടാക്കി തരത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ യുധിച്ചായി നിങ്ങൾ വിചാരിച്ചത് നടക്കുമല്ലോ, എനിക്ക് വേണ്ടി അത് നിങ്ങളായിട്ട് തന്നെ സ്പെഷ്യൽ ഒന്ന് പറഞ്ഞ് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് തരാമോ എന്ന് ചോദിക്കുന്ന സമയത്തും യുധിച്ചായി പിന്നെ പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആണല്ലോ. അപ്പോൾ അവൻ പറയാണ്, ശരി എന്നാൽ നിനക്ക് വേണ്ടി ഞാൻ ചെന്ന് പോയി പറഞ്ഞ് ഉണ്ടാക്കിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവൻ പോകുന്ന സമയത്ത് ഇവളാണെങ്കിൽ ഇവൻ്റെ ഫോൺ എടുത്തിട്ട് അതിലെല്ലാം നല്ലപോലെ ഊതിയിട്ട് ആ പാസ്വേഡ് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ബൈക്ക് പറഞ്ഞു കൊടുക്കുക. അത് കണ്ട് തുറക്കുന്ന സമയത്താണെങ്കിൽ അത് ഓപ്പൺ ആവുന്നുമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ വന്നിട്ട് ഇവൾക്ക് ആ കോക്കനറ്റിൻ്റെ സംഭവമൊക്കെ വാരി കൊടുത്ത് ഒക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇവനാണെങ്കിൽ കോൾ വരും കേട്ടോ. അപ്പോൾ ഇവന് പെട്ടെന്ന് റൂമിൽ പോകും വേണം. അപ്പോൾ നമ്മുടെ ബൈ പറയുന്നത്, നീ എങ്ങനെ ഒരു 2 മിനിറ്റ് കൂടി നോക്കി, എനിക്ക് ഇത് ഇച്ചിരിയും കൂടി ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ളൂ എന്ന് പറയുന്ന സമയത്ത് ഇവളാണെങ്കിൽ അവൻ പോകുന്ന സമയത്ത് ഇവൻ്റെ കയ്യെ കയറി പിടിച്ചിട്ട് പറയാണ്, എന്താ യുധിച്ചാ ഇത്രയും പെട്ടെന്ന് പോകുന്നത്, നമുക്ക് ഇച്ചിരി കൂടി നേരം സംസാരിച്ചിട്ട് പോയാൽ പോരെ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിരുന്ന സമയത്ത് അവൻ പറയാണ്, ഓക്കെ നമുക്ക് സംസാരിക്കാം, പക്ഷേ എനിക്ക് ഇത്തിരി അർജൻറ്റായിട്ട് റൂമിൽ നിന്നൊരു സാധനം എടുക്കാനുണ്ട്, അതുകൊണ്ട് പോയേ പറ്റത്തുള്ളൂ, മാത്രമല്ല എൻ്റെ റൂമിനകത്തൊരു സേഫ് ഉണ്ട്, അത് നീ പറഞ്ഞ പോലെ നിനക്ക് വേണമെങ്കിൽ ഞാൻ കുറേ ജെംസും കാര്യങ്ങളെല്ലാം നീ എൻ്റെ റൂമിലേക്ക് വരുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം, ആ സമയത്ത് ഞാൻ തന്നെ ഫസ്റ്റ് മൂവ് എടുത്തോളാം, നീ പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പോവാം അവിടെ നിന്ന് കേട്ടോ. അപ്പോൾ ഇതെല്ലാം വന്ന് ബയ്യ് അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ ബയ്യ് അവിടെ നിന്ന് അപ്പോഴേക്കും ട്രാൻസ്ഫർ ചെയ്തിട്ട് പെൻഡ്രൈവ് എടുത്തിട്ട് മാറുന്നതിനുള്ളിൽ തന്നെ യുധിച്ചായി അങ്ങോട്ട് വരിക. അതുകൊണ്ട് തന്നെ ആ വാതിലിൻ്റെ ബാക്കിലാണ് ബയ്യ് ഒളിച്ച് നിൽക്കുന്നത്. ഇനി ബയ്ക്കാണെങ്കിൽ ഇവൻ അവിടെ ആ ഹോളിൽ ഇരിക്കുന്നതുകൊണ്ട് പോകാനും പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ വിറ്റ ബുദ്ധിമതിയല്ലയോ, അതുകൊണ്ട് അവൾ വന്നിട്ടൊരു സാധനം കൊണ്ടുവന്നിട്ട് ഇത് നിങ്ങളുടെയാണോ യുധിച്ചായി എന്ന് ചോദിച്ചിട്ട് അവൾ നൈസിനകത്ത് കയറും കേട്ടോ. അകത്ത് കയറി അവൻ്റെ അടുത്ത് പറയാം, നമുക്ക് ഇച്ചിരി നേരം സംസാരിച്ചെന്നുള്ളൂ, നിങ്ങൾ എന്തായാലും ഫ്രീ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവർ സോഫയിലിരുന്ന് കാര്യം പറയാനായിട്ട് തുടങ്ങും. ആ സമയത്ത് നമ്മുടെ ബയ്യിൻ്റെ അടുത്ത് വിറ്റ പറയുന്നുണ്ട്,
പറഞ്ഞിട്ട് പോകുന്നു. പക്ഷെ ഇവനാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് അവനിട്ടൊരു സമാധാനവും ഇല്ല. ലാസ്റ്റ് അവൻ എങ്ങനെയൊക്കെ പോവുകയാണ്, ഇവളെങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് കഴിയുകയാണ്. അപ്പോൾ യുധിച്ചായി ഫസ്റ്റ് മൂവ് എടുക്കാം എന്ന് വിചാരിച്ച് അടുത്തോട്ട് വരുമ്പോഴേക്കും അവിടെ വീട്ടിൽ പറയുന്നത്, ഷോ ഞാനൊരു കാര്യം മറന്നുപോയി, എൻ്റെ അടുത്ത് മറ്റേ ബൈ വന്നിട്ട് എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് അർജൻറ്റ് അവനെ കാണാൻ പോയില്ലെങ്കിൽ അവന് ഡൗട്ട് അടിക്കുന്നു പറഞ്ഞിട്ട് അവൾ നൈസിന് അവിടെ നിന്ന് മുങ്ങിപ്പോവാട്ടോ. എന്നിട്ട് രണ്ടുപേരും അവിടെ നിന്ന് ഓടിപ്പോയിട്ട് ഇവർ റൂമിലെത്തുന്ന സമയത്ത് രണ്ടുപേർക്കും സമാധാനമാവുന്നത്. ഇവളാണെങ്കിൽ കുറച്ച് ലിപ്സ്റ്റിക് എല്ലാം ഇട്ട് കാണും, കാരണം ഇവനെ സെഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെല്ലാം ഇവള് വന്നിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് അതെല്ലാം മാച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഇവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബൈ. ഇത് വന്ന് ഇവള് കണ്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ബൈ ഒന്നും അറിയാത്ത കണക്കിരിക്കും കേട്ടോ. അപ്പം ഇവനാണെങ്കിൽ നോക്കുന്ന സമയത്ത് ആ ഫയൽ ഓപ്പൺ ചെയ്യാൻ ഒരു പാസ്വേഡ് വേണം. അതാണെങ്കിൽ ഇവന് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മുടെ വിറ്റ ഭയങ്കര ഇൻ്റലിജൻ്റ്, അവൾ വന്നിട്ട് ഒരു പാസ്വേഡ് പറഞ്ഞു കൊടുക്കുക. അതടിച്ച് നോക്കുമ്പോൾ അത് ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ ബൈ ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ബൈ വന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പറയുവാണ്, നമ്മുടെ മിങ്ങിൻ്റെ അടുത്ത് പറയുകയാണ്, ഞാൻ കുറച്ച് ഫയൽസ് അയച്ചിട്ടുണ്ട്, അത് എൻക്രിപ്റ്റ് ആയിട്ടിരിക്കുക, നീ അത് ഡീക്രിപ്റ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് പറയുക കേട്ടോ. അപ്പം മിങ്ങൊരു കാര്യം പറയുകയാണ്, നമുക്ക് 3 ചാൻസേ ഉള്ളൂ പാസ്വേഡ് അടിക്കാൻ. അതിൽ 3ാമത്തെ ചാൻസിലും പാസ്വേഡ് അടിച്ച് തുറക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും. മാത്രമല്ല ഇവർക്ക് ഇനി അധികം സമയമില്ല. മാത്രമല്ല നമ്മുടെ മിങ്ങ് പറയുകയാണ്, നമുക്ക് ഡീക്രിപ്റ്റഡ് പാസ്വേഡ് കിട്ടണമെങ്കിൽ നമുക്ക് 72 മണിക്കൂർ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിന് സമയമില്ല, ഇന്ന് വൈകിട്ടാണ് ലേലം. അതിനകത്ത് കണ്ടുപിടിച്ചിട്ട് യുധിച്ചാനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ വേറെ വഴിയില്ല, അവൻ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ ഫോൺ കട്ട് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞ് അന്ന് വൈകിട്ടാവുന്ന സമയത്ത് ഇവരാണെങ്കിൽ ഇച്ചിരി ബിസിനസ് ഫാമിലി എന്നുള്ള രീതിക്കാണല്ലോ അവിടെ വന്നേക്കുന്നത്. അപ്പം നല്ല വൃത്തിയായിട്ട് ഒരുങ്ങി സൂട്ടൊക്കെ ഇട്ട് വരണം. ബൈ ആണെങ്കിൽ ഒരുങ്ങി നിൽക്കുക, ഇവളെയാണെങ്കിൽ കാണാനില്ല, ഇവളാണെങ്കിൽ ഒച്ചിൻ്റെ കണക്കല്ലേ, ഭയങ്കര സ്ലോ അല്ലേ എല്ലാ കാര്യത്തിലും. അപ്പോൾ ഇവളാണെങ്കിൽ ഒരുങ്ങി വരുന്ന സമയത്തും ലിഫ്റ്റ് വന്നു വരുന്ന സമയത്ത് ഇവളെ കണ്ട് ഷോക്കാകും. അവൾ അത്രയും നല്ല രസമായിട്ടാണ് ഒരുങ്ങി വന്നേക്കുന്നത്. എന്നിട്ടാണെങ്കിൽ ഇവരവിടെ പാസ് ചെയ്യുന്ന സമയത്ത് യുധിച്ച അവിടെ നിൽക്കുന്നത് കാണുന്നത് കേട്ടോ. അവിടെ ബൈ മാറി നിന്നിട്ട് നമ്മുടെ വിറ്റ മാത്രമാണ് ചെന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ യുധിച്ചയെ പറയാം, സോറി മോളെ, എനിക്ക് വന്ന് ഇന്ന് ലേലം കഴിഞ്ഞ് തന്നെ മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം വെച്ചാൽ എനിക്ക് പെട്ടെന്ന് USA പോയേ പറ്റത്തുള്ളൂ, വേറെ വഴിയില്ല, അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്. അവിടെ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് നിനക്ക് ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു തരിക എന്തെങ്കിലും ചെയ്ത് നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിറ്റിയുടെ അടുത്ത് പറയുവാണ്. മാത്രമല്ല അപ്പോൾ പിന്നെ നമ്മുടെ യുധിച്ചായ പറയുകയാണ്, ഞാൻ പെട്ടെന്ന് പോകാം, എങ്ങാനും നമ്മളെ ബൈ എങ്ങാനും കാണുവാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഡൗട്ട് അടിക്കാൻ ചാൻസ് ഇല്ലേ, അവിടെ ഞാൻ അങ്ങ് പോവാമെന്ന് പറഞ്ഞിട്ട് യുധിച്ചായ അവിടെ നിന്ന് പോവാണ്. അവിടെ സീൻ കട്ടേ കഴിഞ്ഞാണ് മിങ്ങനെ കാണിക്കുകയാണ്. മിങ്ക അവിന്യ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കാണാൻ പോവുക. ആ പെണ്ണ് വേറെ ആരും നമ്മുടെ ഷിന്നു വന്നിട്ട് ഒരു ബിസിനസ് പാർട്ട്ണറെ കണ്ടെത്തിയായിരുന്നു, ഫാബ്രിക്സിലൊക്കെ കുറച്ച് ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി, ഒരു ഫാഷൻ ഡിസൈനർ പോലെ പെണ്ണ്. അപ്പോൾ ഇവള് ചോദിക്കണം, അപ്പോൾ നിങ്ങൾ ബിസിനസ് പാർട്ട്നേഴ്സ് മാത്രമാണോ, നിങ്ങൾ എത്ര കാലമായിട്ട് പരിചയമാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവള് പറയണം, നിങ്ങൾ 2-3 മാസത്തെ പരിചയമുള്ളൂ, ഞാനും ഈ ന്യൂസ് എല്ലാം കേട്ടായിരുന്നു, അവളുടെ കാര്യത്തിൽ എനിക്കും സങ്കടമുണ്ട്. മാത്രമല്ല ഈ പെണ്ണ് പറയണം, ഞങ്ങൾ ബിസിനസ് പാർട്ട്നേഴ്സ് മാത്രമല്ല, അവൾ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ കടം വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അവിടെ നിന്ന് സീൻ കട്ടായി കഴിഞ്ഞാൽ പിന്നെ ബൈയും വിറ്റും കൂടി സംസാരിക്കും. ബൈ പറയണം, നിനക്ക് ഞാൻ ഒരു കാര്യം ഡ്യൂട്ടി ഏൽപ്പിക്കാം, നിന്റെ കണ്ണിലായിരിക്കും യുധിച്ചായി, നമ്മുടെ കണ്ണ് വെട്ടിച്ചാവാൻ പോകരുത്, കാരണം ഇവന്റ് കഴിഞ്ഞാൽ USA പറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു തേങ്ങ ഇതിൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നീ നല്ലപോലെ ശ്രദ്ധിച്ച് നോക്കിക്കോണം. മാത്രമല്ല നമ്മുടെ ഷിന്ന് റിസർവ് ചെയ്യാനുള്ള സീറ്റിൽ ഇപ്രാവശ്യം ആരെ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് വിറ്റ പറയാം, അത് വേറെ ആരല്ല യുധിച്ചായാണ്. അപ്പോൾ അവർ രണ്ടുപേരും ആ ഇവന്റിന് വേണ്ടി പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഇതേ സമയത്ത് അഭിന്യ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ അവിടെ വന്ന് മിങ്ങ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരുന്നില്ലേ. അപ്പോൾ ചോദിക്കുവാണ്, ഇവളുടെ ഫോണിലാണെങ്കിൽ തുരുതുരാ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തൊക്കെ പൈസ ക്രെഡിറ്റ് ആയതിനും ഡെബിറ്റ് ആയതിൻ്റെ ഒക്കെ. അപ്പോൾ അത് ചോദിക്കുന്ന സമയത്ത് അഭിന്യ പറയാം, എന്താണെന്ന് അറിഞ്ഞുകൂടാ, 2-3 മാസമായിട്ട് എൻ്റെ അക്കൗണ്ടിൽ ഇങ്ങനെ പൈസ വീഴുന്നെന്നും പോകുന്നെന്നൊക്കെ, പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടേ ഇല്ല എന്ന് പറയുവാണ്. അപ്പോൾ തന്നെ നമുക്ക് മിങ്ങിന് കാര്യം മനസ്സിലായി. മിങ്ങ് വിളിച്ചിട്ട് നമ്മുടെ ലിങ്കിൻ്റെ അടുത്ത് പറയാണ്, നിങ്ങൾ പറഞ്ഞില്ലേ ഒരു പ്രൈവറ്റ് അക്കൗണ്ടിലേക്ക് പൈസ എല്ലാം പോകുന്നതെന്ന്, അത് അഭിന്യ എന്നുള്ള പേരുള്ള അക്കൗണ്ടാണോ, അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയുവാണ്. അങ്ങനെ അവൾ ആ പേര് അയച്ചു കൊടുക്കുക. എന്നിട്ടാണെങ്കിൽ നമ്മുടെ മിങ് ഉണ്ടല്ലോ, അവൾ നേരെ ഓഫീസിൽ ചെന്നിട്ട് ഇനിയിപ്പോൾ ആ ഒരു ഇത് പാസ്വേഡ് എടുത്ത് ഓപ്പൺ ചെയ്തേ പറ്റത്തുള്ളൂ, എങ്കിലും ഈ ഒരു കാര്യം കൺഫേം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ സമയത്താണെങ്കിൽ നിക്ക് അതിനകത്ത് ഫെറോ ഐലാൻഡ്സ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടുത്തെ ട്രാൻസാക്ഷൻ എല്ലാം തന്നെ അവൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ സമയത്ത് ഇവൾ ചോദിക്കുവാണ്, നിങ്ങൾ ഓരോരുത്തരാണെങ്കിൽ എന്ത് തരം പാസ്വേഡ് ആയിരിക്കും ഇടുന്നതെന്ന് ചോദിച്ചിട്ട് ഇവരുടെ അടുത്ത് ഓരോന്ന് ചോദിക്കാം. അപ്പോൾ ഇവരോരോരുത്തർ പറയാം, ചിലപ്പോൾ ഞങ്ങളുടെ ബർത്ത് ഡേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന പെണ്ണിൻ്റെ ബർത്ത് ഡേറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പറയാം. ഫസ്റ്റ് ഒരു പാസ്വേഡ് അടിക്കുന്ന സമയത്ത് അത് തെറ്റിക്കും, രണ്ടാമതും റിസ്ക് എടുത്തിട്ട് ഇവർ പറയുന്നതായിട്ട് പാസ്വേഡ് അടിച്ചിട്ട് അതും തെറ്റിക്കും. അങ്ങനെ ഈ സമയത്ത് ആ ലേലം നടക്കുന്ന സ്ഥലത്ത് കാണിക്കുവാണ്. അവിടെ വന്ന് ലേലം സ്റ്റാർട്ട് ചെയ്യാൻ പോകുക. അപ്പോൾ അവർ വന്ന് റൂബി കല്ലിനെയാണ് വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഇത്രയാണ്. അപ്പോൾ ഈ ഒരു എമൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ലാഭം കിട്ടുന്നതെല്ലാം ഒരു ചാരിറ്റി ഫണ്ടിലേക്കാണ് പോകുന്നതെന്നൊക്കെ പറയാം. അപ്പോൾ വിറ്റ വന്ന് പയ്യൻ്റെ അടുത്ത് പറയണം, ഇതേ കണക്കാണ് ഇവർ എല്ലാ സമയത്തും കള്ളത്തരങ്ങൾ കാണിക്കുന്നത്, ലേലത്തിന് വെച്ച് സാധനം കിട്ടി ആ ലാഭം ചാരിറ്റിക്ക് പോകുന്നു പറഞ്ഞു ലാസ്റ്റ് ഇവരുടെ കമ്പനിക്കാണ് ഈ പൈസയെല്ലാം എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇവരുടെ അന്വേഷണത്തിനെയും ആ ഒരു ഇല്ലീഗൽ മണി വൈറ്റ് മണി ആക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമൊക്കെ വന്ന് ബൈൻ്റെ അടുത്ത് വിറ്റ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്.
ഇതേ സമയം പോലീസ് സ്റ്റേഷനെ കാണിക്കും ഇവർ പാസ്വേഡ് 2 റോങ്ങായി, ഇനി ഒരേ ഒരു ചാൻസ് ഉള്ളൂ. അപ്പോൾ ലിങ്ക് പറയുകയാണ് ആക്ച്വലി ഇത് വന്ന് ഷിനിൻ്റെ അക്കൗണ്ട് അല്ലേ, പക്ഷെ അവളുടെ ഐഡൻറ്റിറ്റി മറയ്ക്കാനാണ് അഭിന്യയുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഷിനിൻ്റെ പേര് തന്നെ ആവാനാ ചാൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മിങ്ങിനും അത് ശരിയാന്ന് തോന്നും. മിങ് ബാക്കിയുള്ളവരെ ചോദിക്കണം എന്നാൽ ശരി ഞാൻ ആ പാസ്വേഡ് അടിച്ചു നോക്കട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ആരും സമ്മതിക്കത്തില്ലെങ്കിലും പിന്നെ ഇനി വേറെ വഴിയില്ല, ഇതിപ്പോൾ ഓപ്പൺ ചെയ്താലല്ലേ കാര്യങ്ങൾ അറിയാൻ പറ്റൂ. അതുകൊണ്ട് അവർക്ക് സമ്മതിക്കും. ലാസ്റ്റ് അവിടുന്ന് സീൻ കട്ടായി കഴിഞ്ഞാൽ കാണിക്കുന്ന ലേലം നടക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും 7 മില്യനും 10 മില്യനൊക്കെ പറയുന്ന സമയത്ത് യുധിച്ചായ ഒരാളുടെ അടുത്ത് വിളിച്ചു ചോദിക്കുന്നുണ്ട്. ചെവിയിൽ ഒരു സ്പീക്കർ പോലെ ഒരു ഹെഡ്ഫോൺ പോലെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ അയാൾ പറയാണ് 20 മില്യൺ പറയണം. അപ്പോൾ അതിന് പ്രകാരം യുധിച്ചായി 20 മില്യൺ പറയുകയും അത് ലേലം ഉറപ്പിക്കുകയും ചെയ്യാണ് കേട്ടോ. ആ സമയത്ത് ബൈ വിറ്റെടുത്ത് പറയണം നീ നല്ലപോലെ വീക്ഷിച്ചോണം, അവൻ നമ്മുടെ കണ്ണിന്ന് മിസ്സാവരുതെന്ന്. ആ സമയത്താണെങ്കിൽ ഒരു പോപ്പർ പൊടിച്ചിട്ടും ഇവനാണെങ്കിൽ ആ ലേലത്തിൽ ഇതായല്ലോ അവനല്ലേ കിട്ടുന്നത്, പോപ്പർ പൊടിച്ച് അവരെ ആഘോഷിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഇവർ കണ്ണ് തിരുന്ന നേരം കൊണ്ട് യുധിച്ചായി അവിടെ നിന്ന് പോവാം. അപ്പോൾ വിറ്റിയും അതുപോലെ ബൈയും കൂടി വേഗം അയാളെ പിടിക്കണമല്ലോ എന്നും പറഞ്ഞിട്ട് ഇയാളുടെ പിന്നാലെ പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് കൺഫേം ആയി യുധിച്ചായി തന്നെയാണ് ഒരു പ്രൈമറി സസ്പെക്റ്റ് എന്ന്. പിന്നെ അവനെ പിടിക്കാനായിട്ട് അവൻ്റെ പിന്നാലെ പോവുക. ഈ സമയത്താണെങ്കിൽ ഇത് എന്തോ ഉണ്ടാവും എന്നുള്ള ടെൻഷനേ ഇരിക്കുവാണ് ആ പോലീസ് സ്റ്റേഷനിൽ അവരെല്ലാം. ആ സമയത്താണെങ്കിൽ ഫയൽ ഓപ്പൺ ആയി വരും, അവരെല്ലാവരും സന്തോഷിക്കുവാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ബൈനെ വിളിച്ച് പറയണം നമുക്ക് ക്രൈമിനുള്ള എവിഡൻസ് അതിനെ ഒന്നും നോക്കണ്ട, അറസ്റ്റ് വാറന്റ് അയച്ചേക്കാം, യുധിച്ചായനെ അറസ്റ്റ് ചെയ്തോളാം. പക്ഷെ പ്രശ്നം അതല്ല, കുറേ ആളുകൾ നടന്നു പോകുന്നു, ഇതിലെവിടെ യുധിച്ചായെന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് വിറ്റ കണ്ണടച്ച് ആലോചിക്കുമ്പോൾ ഓർമ്മ ഒരു പോപ്പർ പൊട്ടിച്ചപ്പോൾ ഗോൾഡൻ കളർ ഒരു സംഭവം വന്ന് ഇവന് മേല് വീണ് കാണും. അപ്പോൾ അത് വെച്ചിട്ട് ഇവൻ പറയണത് താണ്ടി ആ നിൽക്കുന്നതാണ് യുധിച്ചായെന്ന് പറഞ്ഞിട്ട് ഇവർ പൊടി യുധിച്ചായനെ പിടിക്കുവാണ്. എന്നിട്ട് പോലീസ് സ്റ്റേഷനെ കൊണ്ടുവന്നിട്ട് ബൈ വിറ്റയും കൂടിയിട്ട് ഇവരെ ചോദ്യം ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ബൈ പറയണം നിൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് തന്നെ കുറേ ഇല്ലീഗൽ ട്രാൻസാക്ഷൻസ് ഞാൻ കണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നീ ഇനി ഒന്നും പറഞ്ഞിരിക്കാൻ നോക്കണ്ടെന്ന് പറയുന്ന സമയത്തും നമ്മൾ യുധിച്ചായി പറയണം അത് എൻ്റെ പൈസ എൻ്റെ ഇഷ്ടം, ഞാൻ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യത്തിലൊന്നും നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല, കമ്പനിയുടെ പൈസയുടെ ഫ്ലോയുടെ കാര്യം ഒക്കെ ടാക്സ് അടയ്ക്കുന്നതെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവരൊരുമാതിരി തന്നിഷ്ടത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ വന്നിട്ട് ഇവൻ ചോദിക്കുവാണ്, ബൈ ചോദിക്കണം ഓക്കെ എന്നാൽ ശരി ഞാൻ ചോദിക്കട്ടെ നിനക്കും ഷിന്നിനും തമ്മിൽ എന്താ റിലേഷൻഷിപ്പ് എന്ന് ചോദിക്കുവാണ്. അതേ സമയത്ത് കാണിക്കുവാണ് നമ്മുടെ യുധിച്ചായുടെ വൈഫ് ഉണ്ടല്ലോ ചോദിക്കുവാണ് നിങ്ങൾ എൻ്റെ ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്തോന്നു. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ബൈ വന്നിട്ട് ഇവൻ്റെ ആ ഒരു സൂട്ട് കേസ് ഇല്ലേ അവൻ അന്ന് ഒപ്പിച്ചുകൊണ്ട് വന്നിട്ട് അത് തുറന്നു നോക്കുന്ന സമയത്തും നമ്മൾ ഷിന്നിൻ്റെ ബെഡ്റൂമിൽ നിന്ന് കുറച്ച് ഡ്രസ്സ് മാറ്റിക്കൊണ്ട് പോയിണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഡ്രസ്സെല്ലാം തന്നെ ഇവൻ്റെ സൂട്ട് കേസിലുണ്ട്. അതിനൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്മെല്ലും ഉണ്ട്. അപ്പോൾ ഇവൻ ചോദിക്കുകയാണ് ഇതൊക്കെ എൻ്റെ പേഴ്സണൽ സാധനങ്ങളാണ്, ഇതേ തൊടാൻ നിങ്ങൾക്ക് ആരാ അവകാശം തന്നെന്ന് പറഞ്ഞിട്ട് പിന്നെയും കാര്യത്തിൽ സംസാരിക്കുകയാണ് യുധിച്ചായി. ഇത് പറയുകയാണ് എൻ്റെ ലോയർ വരട്ടെ എന്നിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ വാശി പിടിച്ച് നിൽക്കുവാണ്. നമ്മുടെ യുധിച്ചായി വിചാരിച്ചേക്കുന്ന അറസ്റ്റ് വാറന്റ് ഒന്നും ഇല്ലാതെ ചുമ്മാ ഒരു ഡൗട്ടിൻ്റെ പേരിലാണ് അവൻ അറസ്റ്റ് ചെയ്ത് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ പറയാണ് എൻ്റെ ലോയർ വരട്ടെ എന്നിട്ട് ഞാൻ നിങ്ങളുടെ സംസാരിക്കത്തുള്ളൂ. അപ്പോഴാണ് ബൈ വന്ന അറസ്റ്റ് വാറന്റ് ഇവന് കാണിക്കുന്നത്. അതുകൊണ്ട് അവനിപ്പോൾ ഒന്നും പറഞ്ഞേക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൻ പറയണം ഞാനും ഷിന്നും തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നെന്നും. ഈ സീനോട് കൂടിയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.